സമാധാന ചർച്ച വന്നപ്പം അവർ നിരുപാധികം വിട്ടുകൊടുത്തു. അവർ പറയുന്നു ലാൻഡ് ഫോർ പീസ്, ഞങ്ങൾക്ക് സമാധാനം തരണം, ഭൂമി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെ ഒതുക്കാൻ കുറച്ചുകൂടി ശക്തനായ ഒരുത്തനെ കൊണ്ടുവരണമെന്ന് അറബ് ലോകം തീരുമാനിച്ചിട്ട് രംഗത്തിറക്കിയ ആളാണ് യാസർ അറാഫത്ത്. യാസർ അറാഫത്ത് 1964 PLO ഉണ്ടാക്കുമ്പോൾ PLOയുടെ ചാർട്ടർ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതിൽ പറഞ്ഞിരിക്കുന്നത് 1880 ശേഷം വന്നിരിക്കുന്ന ഇവരെല്ലാവരും സയോണിസ്റ്റ് ജൂതന്മാരാണ്. അവരില്ലാത്ത ഒരു ഫ്രീ പലസ്തീൻ ഉണ്ടാക്കും. ആ പലസ്തീനിൽ ഞങ്ങൾക്ക് വെസ്റ്റ് ബാങ്കും ഗാസയും ഉണ്ടായിരിക്കില്ല. പിന്നെ ഏതാണ് ഉണ്ടായിരിക്കുക? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കി മുഴുവൻ ജൂതന്മാരെയും കൊന്ന് അവിടെ ഞങ്ങൾ ഒരു രാജ്യമുണ്ടാക്കും എന്നായിരുന്നു പറഞ്ഞത്. PLOന്റെ ചാർട്ടറിൽ എന്താ പറയാ, ജൂതരെ ക്ലെൻസ് ചെയ്യുന്ന കാര്യം പറയത്തിന് ക്ലെൻസിങ് ചെയ്യണം എന്ന് പറഞ്ഞതായി പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഡിഡ് യു നോട്ടീസ് ദാറ്റ്? അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ 64 28 മെയ് 1964 പലസ്റ്റൈൻ ചാർട്ടർ 4 പേജുള്ളൂ. ഈ പലസ്റ്റൈൻ ചാർട്ടർ എന്ന് പറയുന്നത്, ഈ PLOന്റെ ചാർട്ടർ എന്ന് പറയുന്നത്, ഞാൻ അതെടുത്തു. ഇതില് 3 പ്രാവശ്യമാണ് ജ്യൂസ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം. അതില് ഒന്ന് ഇവര് പറയുന്നതെന്ന് വെച്ചാല്, ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പലസ്തീനിലെ ജൂതർ അവർ പലസ്തീനോട് ലോയൽ ആയിരിക്കണം എന്നാണ് ഒരു ഇത് പറയുന്നത്. അത് ആർട്ടിക്കിൾ 7 പിന്നെയുള്ളത് ആർട്ടിക്കിൾ 18 അടുത്ത ജൂ എന്ന് പറയുന്ന മെൻഷൻ വരുന്നത്. അതായത് ദ ക്ലെയിം ഓഫ് ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ ടൈ ബിറ്റ്വീൻ ജൂസ് ആൻഡ് പലസ്തീൻ ആർ നോട്ട് ഇൻ അഗ്രിമെന്റ് വിത്ത് ഫാക്ട് ഓഫ് ഹിസ്റ്ററി. അതായത് ജൂതർക്ക് പലസ്തീനുമേലുള്ള ഈ ദിവ്യമായ അവകാശത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് ആ ചാർട്ടർ, ആർട്ടിക്കിൾ 18 പറയുന്നത്. അതിൽ തന്നെ പറയുന്നത്, ഫർദർ മോർ ജൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ പീപ്പിൾ വിത്ത് ഇൻഡിപെൻഡന്റ് പേഴ്സണാലിറ്റി. അവരങ്ങനെയല്ല, അവർ സിറ്റിസൺസ് ടു ദെയർ സ്റ്റേറ്റ്സ്. അതായത് നമുക്കറിയാം ജൂതര് യൂറോപ്പിലും അറബ് രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരവിടുത്തെ പൗരന്മാരാണ്. അതല്ലാതെ അവരൊരു എന്താ പറയാ, ഒരു ഹോമോജീനിയസ് ആയ ഒരു സൊസൈറ്റി അല്ല എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ ചാർട്ടറിൽ എവിടെയാണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇവര് പറയുന്ന ഈ സാധനം എവിടെയാണുള്ളത്. ഐ ഡോണ്ട് നോ വൈ ഹീസ് ഐ നോ വൈ ഹീസ് ലൈക്ക്. അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റായ ഒരു സംഭവം എന്ന് പറയാം.